ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ ഭരതപുരേശ്വര ഗോവിന്ദ നവഖണ്ഡേശ്വര ഗോവിന്ദ ഗോവിന്ദ ജയ ഗോവിന്ദ ഗോവിന്ദ ജയ ഗോവിന്ദ. ഭഗവാന്റെ വിശ്വരൂപം കണ്ട് അത്ഭുതപരതന്ത്രനായിട്ട് പൂപ്പുകൈയോടെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്ന അർജുനനോട് ഭഗവാൻ വീണ്ടും പറയാണ്, അർജുന, ഈ ലോകത്തെ സംഹരിക്കുന്ന കാലശക്തിയാണ് ഞാൻ ഇപ്പോൾ അതിന് ഒരുങ്ങിയിരിക്കുന്ന സമയമാണ്. മുന്നിൽ കാണുന്നതൊക്കെ സംഹരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഞാൻ. നിന്നിൽ കൂടെയാണ് ഞാനത് നിർവഹിക്കാൻ പോകുന്നത്. നിനക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല. നീ ഇവരോട് എതിർത്ത് തന്നെ ആകണം. ഞാൻ എല്ലാവരെയും കൊന്നു കഴിഞ്ഞിരിക്കുന്നു. നിനക്ക് ഇനി അവരുടെ ഭൗതിക ശരീരം നിശ്ചലമാക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. ആത്മാവിനെ ഞാൻ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നീ മടിക്കണ്ട, എഴുന്നേൽക്കൂ, യുദ്ധം ചെയ്യൂ. നിന്റെ യശസ് ലോകം മുഴുവൻ നിറയട്ടെ. അങ്ങനെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്ന അർജുനൻ്റെ കണ്ണിൽ നിന്ന് ഭഗവാൻ തൻ്റെ വിശ്വരൂപം മെല്ലെ മെല്ലെ മറയ്ക്കാൻ തുടങ്ങി. വീണ്ടും പഴയ കൃഷ്ണനായിട്ട് മാറി. വിശ്വരൂപം കണ്ട് ഭയപ്പെട്ട അർജുനന് അപ്പോഴാണ് ചെറിയൊരു സമാധാനം ഉണ്ടായത്. ഇതോടുകൂടി അർജുനൻ ഭഗവാന്റെ പരിപൂർണ അടിമയായി തീർന്നിരിക്കുന്നു. അർജുന കേൾക്കൂ, ഈശ്വരനൊഴിച്ച് മറ്റൊന്നിലും താല്പര്യമില്ലാത്ത ഒരു അവസ്ഥയാണ് ഭക്തിയുടെ സ്വരൂപം. ഏത് ഭാവത്തിലായാലും ശരി, അന്യചിന്തയില്ലാണ്ട് ഈശ്വരോപാസന ചെയ്യണ ഭക്തൻ സംസാര സാഗരത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. ആ സ്ഥിതിക്ക് സുഖസ്വരൂപനും ശാശ്വതനുമായ ഈശ്വരനല്ലാതെ മറ്റെന്താണ് മനുഷ്യൻ ലക്ഷ്യം വയ്ക്കേണ്ടത്? ക്ഷേത്രം എന്ന് പറഞ്ഞാൽ താമസ സ്ഥലം എന്നും ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള സ്ഥലം എന്നും കൃഷിസ്ഥലം എന്നും ഒക്കെ അർത്ഥമുണ്ട്. അതിന് ജീവന് താൽക്കാലികമായിട്ട് താമസിക്കാനുള്ള സ്ഥലം എന്ന് ഇപ്പം മനസ്സിലാക്കിയാൽ മതി. ജീവനും ഈശ്വരനും കൂടി കണ്ടുമുട്ടുന്ന സ്ഥലമാണ് ഈ ക്ഷേത്രം. അതിനെ കർമ്മത്തെ വിളയിക്കുന്ന കൃഷിസ്ഥലമായി ഉപമിക്കാം. ജ്ഞാനം പുതുതായിട്ടുണ്ടായതൊന്നുമല്ല, അത് എല്ലാവരിലും സ്വയം പ്രകാശിക്കുന്നതാണ്. എന്നാൽ ആദിത്യമണ്ഡലത്തെ മേഘങ്ങൾ മറയ്ക്കുന്നത് പോലെയാണ് ജ്ഞാനത്തിനെ അജ്ഞാനം മറയ്ക്കുന്നത്. ആ അജ്ഞാനത്തെ അങ്ങോട്ട് മാറ്റൂ, നീ സ്വയം പ്രകാശിതനായി മാറും. ക്ഷേത്രം പ്രകൃതിയും ക്ഷേത്രജ്ഞൻ പുരുഷനുമാണ്. ഈ രണ്ട് തത്വങ്ങളുടെയും സമ്മേളനമാണ് ജഗത്ത്. ഇവയ്ക്ക് സാക്ഷിയാണ് പരമാത്മാവ്. ആ പരമാത്മാവിനെ നമ്മൾ അറിയുമ്പോൾ ക്ഷേത്രജ്ഞന്മാർ പരമാത്മാവിൽ അടങ്ങി അവരിൽ അദ്വൈതം പ്രകാശിക്കുന്നു. തത്വമസി, അത് ഞാൻ തന്നെയാണ് എന്നുള്ള ജ്ഞാനം ഉദിക്കാൻ തുടങ്ങുന്നു. സത്വം, രജസ്, തമസ്, ഇത് മൂന്നും പ്രകൃതിയുടെ വിശേഷണങ്ങളാണ്. ഇവ മൂന്നുമാണ് ജീവനെ ശരീരത്തിൽ ബന്ധിച്ച് നിർത്തുന്നത്. ആത്മാവ് ഒഴിച്ച് ശരീരത്തിൽ ഒന്നിനും തേജസ് ഇല്ല. ആ തേജസ് തന്നെയാണ് ആദിത്യ ചന്ദ്രഗോളങ്ങളിലും അടങ്ങിയിരിക്കുന്നത്. അതിനാൽ ആത്മാവിനെ അറിയാൻ ആത്മജ്ഞാനം മാത്രമേ ഉപകരണമായിട്ടുള്ളൂ. എല്ലാ ജീവജാലങ്ങളിലും എല്ലാ ശരീരത്തിലും ജീവനായി വിളങ്ങണത് ആത്മസത്യമാണ് എന്നുള്ള ബോധം വളരണം. വേദം പഠിക്കുന്നതും ശാസ്ത്രം പഠിക്കുന്നതും യോഗം അഭ്യസിക്കുന്നതും ആത്മാവിനെ അറിയാൻ വേണ്ടിയായിരിക്കണം. ഒരു മനുഷ്യൻ്റെ ചിന്ത, സംസ്കാരം ഇവ എങ്ങനെയിരിക്കണോ അങ്ങനെയാണ് അയാളുടെ ജീവിതം വളരുന്നത്. വർദ്ധിച്ച അഹങ്കാരം കൊണ്ടും ശരീരാഭിമാനം കൊണ്ടും പ്രവൃത്തി നിവൃത്തികളുടെ തിരിച്ചറിവോ ശൗചാചാരങ്ങളോ വിനയബഹുമാനങ്ങളോ ഉണ്ടാവുന്നില്ല. ഈശ്വരനെയും സത്യത്തെയും ധർമ്മത്തെയും ഒക്കെ നിഷേധിക്കാൻ അവർക്ക് ഒരു മടിയും ഉണ്ടാവില്ല. കാമം, ക്രോധം, ലോഭം
ഇവ മൂന്നാണ് നരകത്തിലേക്കുള്ള പ്രധാന കവാടങ്ങൾ. ഇവയെ നിത്യാഭ്യാസത്തിലൂടെ മറികടക്കുമ്പോൾ നമുക്ക് ബ്രഹ്മതത്വം മനസ്സിലാക്കാൻ കഴിയും. രജോ ഗുണക്കാരൻ എന്തു ചെയ്താലും അത് തൻ്റെ ശരീരത്തിനും അഭിമാനത്തിനും വേണ്ടി മാത്രമായിരിക്കും. അല്ലാണ്ട് അവന് ആത്മസംതൃപ്തി എന്ന് പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. ശാസ്ത്രവും പഠിപ്പും ആചാരവും ഒക്കെ ഉണ്ടെങ്കിലും സ്വഭാവമാണ് വ്യക്തിയെ നയിക്കുന്നത്. ജീവിതം മിക്കവാറും സ്വഭാവത്തിന് അടിമപ്പെട്ടതാണ്. ചിത്തസംസ്കാരങ്ങളുടെ ആകത്തുകയാണ് സംസ്കാരം. അതുകൊണ്ട് ചിത്തസംസ്കാരങ്ങൾ നന്നാവാതെ ഒരു വ്യക്തിക്കും ഉയർച്ച ഉണ്ടാവാൻ വഴിയില്ല. എല്ലാം ഈശ്വരനിൽ അർപ്പിക്കുക, ഈശ്വരനെ മുൻനിർത്തി കർമ്മം ചെയ്യുക. മറ്റൊന്നുമില്ലെങ്കിലും കാലം കൊണ്ട് ജ്ഞാനിയും മുക്തനുമായി തീരും. ആര് എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യരുത് എന്നും തീർച്ചപ്പെടുത്തുന്നത് ഈശ്വരനാണ്. ആ ഈശ്വരനിൽ പൂർണ്ണ ശരണം പ്രാപിക്കൂ. നിനക്ക് നാശമില്ല, നിന്റെ ജീവിതം പൂർണ്ണവും സഫലവുമായി തീരും. നിന്റെ എല്ലാ പാപങ്ങളെയും നശിപ്പിച്ച് നിന്നെ പരമപഥത്തിലെത്തിക്കും. ആ ഈശ്വരൻ നീ തന്നെയാണ്. ഈ ഉപദേശങ്ങളൊക്കെ കേട്ട അർജുനൻ പൂർവാധികം വീരശാലിയും ഉത്സാഹഭരിതനായി തീർന്നു. ഗാണ്ഡീവം കയ്യിലെടുത്ത് ഉച്ചത്തിൽ അട്ടഹസിക്കാൻ തുടങ്ങി. അർജുനൻ്റെ യുദ്ധക്കലി കൊണ്ടുള്ള അട്ടഹാസം കേട്ടപ്പോൾ പാണ്ഡവർ ഒന്നടക്കം അട്ടഹസിക്കാനും ആർത്തു വിളിക്കാനും തുടങ്ങി. അങ്ങനെ എല്ലാവരും യുദ്ധക്കലി കൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് യുധിഷ്ഠിരൻ തൻ്റെ പോർച്ചട്ടൊക്കെ അഴിച്ചു വെച്ച് രഥത്തുനിന്ന് ഇറങ്ങി തൊഴുകൈയോടെ മുമ്പിലേക്ക് നടക്കണം. ഇത് കണ്ടപ്പോൾ മറ്റ് പാണ്ഡവർക്കൊക്കെ പേടിയായി. ഇദ്ദേഹം എന്താ കാണിക്കാൻ പോണേ? അതുമാത്രമോ, ശത്രുക്കളുടെ ഇടയിലേക്ക് യുദ്ധക്കലി കൊണ്ട് നിൽക്കുന്ന ശത്രുക്കളുടെ നടുക്കിലേക്ക് നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സാഹസം തന്നെയാണ്. യുധിഷ്ഠിരൻ ഭഗവാനെ ഒന്ന് നോക്കി. ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു കടാക്ഷവും, പിന്നെ ഒന്നും നോക്കിയില്ല, ഒറ്റ നടത്ത. പാണ്ഡവർ പേടിച്ച് ഇവരും പിന്നാലെ കൂടി തൊഴുകയോടെ. യുധിഷ്ഠിരൻ്റെ ഈ വരവ് കണ്ടപ്പോൾ കൗരവർ, പ്രത്യേകിച്ച് ദുര്യോധനനും ശകുനിക്കുമൊക്കെ കാര്യം മനസ്സിലായി. ഇയാൾ പേടിച്ചിട്ട് നമ്മളോട് സന്ധിക്ക് വേണ്ടി ഓടി വരികയാണ്. എല്ലാവരും ചിരിച്ചുകൊണ്ടങ്ങനെ നിന്നു. ഈ സമയത്ത് യുധിഷ്ഠിരൻ നേരെ ഭീഷ്മപിതാമഹൻ്റെ മുമ്പിൽ തൊഴുകയോടെ നിന്ന് യുദ്ധാനുമതി വാങ്ങി. പിതാമഹൻ യുധിഷ്ഠിരന് യുദ്ധം ചെയ്യാനുള്ള അനുമതി കൊടുക്കുകയും ചെയ്തു. പിന്നീട് ദ്രോണാചാര്യർ, കൃപൻ എല്ലാവരെയും നടന്ന് തൊഴുതു. യുധിഷ്ഠിരൻ എല്ലാവരുടെ കയ്യിൽ നിന്നും അനുവാദം വാങ്ങി. നമ്മൾ എന്ത് വിദ്യ പഠിച്ചാലും ശരി, ഗുരുജനങ്ങളുടെ കയ്യിൽ നിന്ന് ആശീർവാദം വാങ്ങാതെ തുടങ്ങിയാൽ അത് കുരുത്തക്കേടായി ഭവിക്കുന്ന യുധിഷ്ഠിരന് നല്ലോണം അറിയാം. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്. പിന്നീട് നേരെ പോയത് ശല്യൻ്റെ അടുത്തേക്കാണ്. അദ്ദേഹത്തിനോട് അന്ന് പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും ഓർമ്മിപ്പിച്ചു. എന്താ? കർണനെ കൊണ്ട് അർജുനനെ കൊല്ലിക്കാതെ നോക്കണം. അതിനുവേണ്ടി കർണനെ യുദ്ധ മധ്യത്തിൽ വെച്ച് അധിക്ഷേപിക്കണം. ശല്യൻ അതെല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് യുധിഷ്ഠിരൻ മടങ്ങുക. ഈ സമയത്ത് ഭഗവാൻ ആദ്യം ഒരു കുസൃതി കാണിച്ചു. കർണനോട് വീണ്ടും ഒരു പ്രലോഭനം, ഇങ്ങോട്ട് പോരൂ, അതാ നല്ലത് എന്ന്. കർണൻ പറഞ്ഞു, ഞാൻ അന്ന് പറഞ്ഞതൊന്നും ഒരു വ്യത്യാസമില്ല, എൻ്റെ മരണം ദുര്യോധനന് വേണ്ടി മാത്രമായിരിക്കും. അങ്ങനെ അത് വിട്ടു. അപ്പോൾ ദുര്യോധനൻ തിരിഞ്ഞു നിന്ന് വിളിച്ചു പറയാണ്, ഞങ്ങൾ ചെയ്യുന്നത് ധർമ്മമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, കൗരവപക്ഷത്തുള്ള ആർക്കെങ്കിലും ഞങ്ങളോട് ചേരണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ചേർന്നോളൂ. ആരും ഒന്നും അനങ്ങിയില്ല. പക്ഷേ ധൃതരാഷ്ട്രപുത്രനായ യുയുത്സു മാത്രം യുധിഷ്ഠിരൻ്റെ വാക്ക് കേട്ട് പാണ്ഡവരുടെ കൂടെ ചേർന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, കൗരവർക്ക് ശ്രാദ്ധമൂട്ടാൻ ഒരാളെങ്കിലും ബാക്കിയുണ്ടാവുന്നു. എല്ലാവരും തിരിച്ചെത്തി
തയ്യാറായി യുദ്ധകാഹളം മുഴങ്ങി. ദുശാസനൻ ഭീഷ്മരെ മുൻനിർത്തി യുദ്ധം ആരംഭിച്ചു. ദുശാസനനോട് എതിർത്ത് ഭീമസേന ധാരാളം സൈന്യങ്ങളായിട്ട് മുന്നോട്ട് വന്നു. അതോടെ ദേവന്മാർക്ക് പോലും ആശ്ചര്യഭരിതമായ മഹാഭാരത യുദ്ധം തുടങ്ങി. എല്ലാവരിലും ഭഗവാൻ വിളങ്ങി. ഞാനെന്ന ഭാവം അകറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.